എല്ലാവരും കണ്ടു കാണും. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു വീഡിയോ, ഒരു പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ആണ്. ഡാനി ഡേയ്സിലെ അച്ചുവിൻ്റെ പ്രഗ്നൻസി റിവീലാക്കുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ഒരു വീഡിയോ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടിട്ട് ബാക്കി നോക്കാം. അമ്മ കരയും നോക്കി കിടന്ന് പൊട്ടി കരയുന്നുണ്ടമ്മ. അതിനിപ്പോ എന്തോത്തിന് കരയല്ലേ? എല്ലാവർക്കും ഇപ്പൊ ടിൻസൊക്കെ ഉണ്ടാവുന്നവരെന്തോ ചെയ്യും. അപ്പം ഇതിൽ അച്ചു പറയുന്ന റീസൺ എന്താന്ന് വെച്ചാൽ, അച്ഛൻ മെന്റലി പ്രിപ്പയർഡ് അല്ല, ഓൾറെഡി ഒരു കുഞ്ഞുണ്ട്. അപ്പൊ അവർക്കത് മാനസികമായിട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബേബി ഉണ്ടാവാന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ഒന്നാമത്തെ ഇത് വെരി വെരി പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് ആ കുട്ടീനെ വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പൊ ഈ ഒരു സ്ത്രീ കരയുന്ന സമയത്ത് തന്നെ ഹസ്ബൻഡ് പോയിട്ട് അത് വീഡിയോ ആക്കി എടുത്തിട്ട് അതുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നു. ആ കരച്ചിലൊന്നും അതിൽ നിന്ന് കട്ടായി പോകാതെ നല്ല രീതിയിൽ തന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ഓണാക്കി യൂട്യൂബിലിടുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ തന്നെ ഇപ്പൊ ഭയങ്കര പരാജയമായി കൊണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞ ഈ വീഡിയോ തോന്നിയത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് അവരുടെ വീഡിയോന്റെ തന്നെ കമന്റ് സെക്ഷനിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിരിക്കുന്ന കമന്റ്സ് ആണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന ബേബി ജനിച്ചു വളർന്ന് 5-10 വയസ്സ് ആകുന്ന സമയം ഈ വീഡിയോ കാണുമ്പോൾ അതിന് ഒരുപാട് വിഷമമാകും. തീർച്ച. സ്വന്തം അമ്മ ആണ് കരയുന്നത്. മറ്റുള്ളവരുടെ ഒക്കെ പ്രഗ്നൻസി റിവീൽ വീഡിയോയിൽ ഉള്ള സന്തോഷം, ഹാപ്പിനെസ് ഒന്നും തന്നെ ഈ ഗർഭത്തിൽ ഈ കുട്ടി ഗർഭത്തിലിരിക്കുമ്പോൾ തൻ്റെ അമ്മക്ക് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ഓർത്ത് ആ കുട്ടി വിഷമിക്കും. ഇനി മറ്റൊരു കമന്റ്, ഇതിനും ഒരുപാട് ലൈക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടി 19 വർഷമായി കാത്തിരിക്കുന്നു. ദൈവം തന്നതല്ലേ, പിന്നെ എന്തിനാ ഈ വിഷമം? ഒരുപാട് വർഷങ്ങളായിട്ട് കുട്ടികളെ കാത്തിരിക്കുന്ന അമ്മമാർക്ക് മാത്രമേ അതിൻ്റെ പെയിൻ എന്താണെന്ന് അറിയാൻ സാധിക്കൂ. ഇനി മറ്റൊന്ന്, ഇങ്ങനെ മനസ്സില്ലാതെ പ്രസവിക്കരുത്. അത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ബാധിക്കും. കുഞ്ഞുങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വളർന്നോളൂ. ഇനി മറ്റൊരു കമന്റ്, ടെൻഷൻ അടിക്കില്ലേ അച്ചു, ഞാൻ 11 വർഷമായ ഒരു കുഞ്ഞില്ലാഞ്ഞിട്ട് വിഷമിക്കുന്നു. 9 പ്രാവശ്യം പ്രഗ്നന്റ് ആയി, ഒന്നും നിലനിൽക്കാതെ അബോർഷനായി പോയി. 5 മന്തിൽ വരെ പ്രസവിച്ചു. ഞങ്ങളെ പോലെ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ സ്ത്രീകൾ ഈ ലോകത്തുണ്ട്. ഇനി മറ്റൊരു കമന്റ്, എന്തിനിങ്ങനെ കിടന്ന് കരയുന്നു, ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ അമ്മമാർ ഈ ലോകത്തുണ്ട്. ഫാമിലി വ്ളോഗ്സ് എന്ന് പറയുന്നത് തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൻ ദുരന്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കരയുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ എടുത്തു, എന്നിട്ട് അത് പോയിട്ട് എഡിറ്റ് ചെയ്ത് അത് പുറത്താക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇത് 4 ആളെ കാണിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ചാനലിലേക്ക് കൊണ്ടുവരിക, അതിലൂടെ നിങ്ങൾക്ക് മോണിറ്റൈസേഷനിലൂടെ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ പ്രത്യേകിച്ച് അതിനൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെന്നും എനിക്കും അത്യാവശ്യം ഇത് കാണുന്ന ആർക്കും തോന്നാനായിട്ടുള്ള സാധ്യതയില്ല. നിങ്ങൾ പേഴ്സണലായിട്ട് മാറി ഇന്ന് കരഞ്ഞു, കുഞ്ഞ് വേണ്ട വിഷമമാണെന്നും പറയേണ്ടിരുന്ന് കരഞ്ഞോളൂ. പക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ കുട്ടീനെ വേണ്ടായിരുന്നു എന്നൊക്കെ വന്ന് കരയുമ്പോൾ നാളെ ഈ കുട്ടി ആ വീഡിയോ കാണുമ്പോഴുള്ള കുട്ടിയുടെ മാനസികാവസ്ഥയെങ്കിലും വിചാരിച്ച്, അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത കുറേ ആളുകളുടെ മാനസികാവസ്ഥയെങ്കിലും വിചാരിച്ച് ദയവ് ചെയ്ത് ഇത്തരം വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക.